Hi my dear students and parents. Brilliant Study Center's പുതിയ JEE യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇന്ന് നടന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. രാവിലെ നമ്മൾ പേപ്പർ 1ന്റെ ഡിസ്കഷൻ കഴിഞ്ഞ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പേപ്പർ 1ന്റെ ഡിസ്കഷൻ ബ്രില്യൻ്റ് വിദഗ്ധരായ ടീച്ചേഴ്സ് പേപ്പർ 1 നല്ല വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പേപ്പർ 2 മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ B1 വേർഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. B1 വേർഷൻ മാത്തമാറ്റിക്സ് എക്സാം എഴുതി എല്ലാവരും നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്നറിയാൻ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന സമയമാണിത്. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞുദ്ദേശിച്ചതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന പാറ്റേണും. ഒരു 20% ക്വസ്റ്റ്യൻസോളം നമ്മുടെ മെറ്റീരിയലിലെ ഡയറക്റ്റായിട്ട് തന്നെ വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 20% ക്വസ്റ്റ്യൻസും നമ്മുടെ നോട്ട്സിലെ അതേ ക്വസ്റ്റ്യൻസ് തന്നെ. ബാക്കി ഒരു 30 to 40% ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയലിലെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ 1-2 ഒഴിച്ച് ബാക്കി ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ബ്രില്യൻറ്റിൻ്റെ നോട്ട്സ് പഠിച്ച് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ വിഷമവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഈ 120 ക്വസ്റ്റ്യൻസും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ, അതിൻ്റെ ആൻസേഴ്സ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് ശരിയാണോ എന്നറിയാനായിട്ട് ബ്രില്യൻറ്റിലെ വിദഗ്ധരായ ടീച്ചേഴ്സ് ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞാൻ ബ്രില്യൻറ്റിലെ നമ്മുടെ വിദഗ്ധനായ ഫാക്കൾട്ടി സോജി സാറിനെ ക്ഷണിക്കുന്നു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മൾ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നതാണ്. നോക്കുക, ലെറ്റ് A is equal to 1 2 3 4 5, B is equal to 1 2 3 4. If the relation R from A to B is given by AB belongs to R if and only if A plus B is even, the number of R. ഈ R എന്ന റിലേഷനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ വെറുതെ ഓർഡേഡ് പേഴ്സ് പെട്ടെന്ന് എഴുതി നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ A plus B എടുത്താൽ ഈവൻ കിട്ടണം. അപ്പോൾ ഈ റിലേഷനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓർഡേഡ് പേർ 1 1 എടുക്കാം. കണ്ടോ, 1 + 1 ഈവൻ ആണ്. പിന്നെ എടുക്കാവുന്ന 1 2 പറ്റില്ല, കാരണം ഓടായി പോകും. 1 3 എടുത്താൽ ഈവൻ ആണ്. 1 4 പറ്റില്ല. പിന്നെ 2 എടുക്കുന്നത് ഇതുപോലെ എല്ലാ കേസിലും 2 എലമെന്റ്സ് വെച്ചു, എല്ലാ കേസിലും. അതായത് 2 എടുത്താലും 2 എലമെന്റ്സ് വരും. ഏതൊക്കെയായിരുന്നു 2 എടുത്താൽ കിട്ടുന്നത്? ഏതൊക്കെയാണ്? 2 1 പറ്റത്തില്ല, 2 2 2 4 വരും. ഉണ്ടോ, 2 2 2 4. അങ്ങനെ ഓരോ കേസിലും 2 പെയർ വെച്ച് വരും. അങ്ങനെ 5 × 2 10. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 ചോയ്സ് ആണ്. കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് ബാക്കി വളരെ ഈസിയാണ്. ഏത് നമ്പർ എടുത്താലും 2 പേർ ചേർന്ന് കേട്ടോ. 1 എടുത്തപ്പോൾ 2 പേർ വന്നു, 2 2 പേർ വരും, 3 2 പേർ വരും, 4 2 പേർ വരും, 5 2 പേർ വരും. അങ്ങനെ 5 × 2 10. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇങ്ങനെ കൊടുത്തേക്കുന്നു, ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x x square minus 2x minus 63 all raised to 3/2. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഇപ്പം ഇത് റാഡിക്കൽ സൈൻ വന്നിട്ടില്ല, ഓൾ റേസ്റ്റ് 1/2 ക്യൂബ് റൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വേവി കർമ്മ തിരിച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഈ x² minus 2x minus 63 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കണം? ഒരു കാരണവശാലും നെഗറ്റീവ് ആകാൻ പാടില്ല. കാരണം ഓൾ റേസ്റ്റ് ടു ഈ 3/2 എന്ന് പറഞ്ഞ റാഡിക്കൽ സൈൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. എന്താ, മൾട്ടിപ്പിൾ -63 ആഡ് ചെയ്യുമ്പോൾ -1. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്പേഴ്സ് ഓപ്ഷൻ കിടപ്പുണ്ട്. കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എടുക്കാം, x - 9 × x + 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 കിട്ടുന്നു. വേവി കർമ്മ അപ്ലൈ ചെയ്യുക. അത് -∞, ഇത് +∞. പിന്നെ എന്താ, ഏറ്റവും മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ +9. ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. നമുക്ക് പോസിറ്റീവ് ഉള്ള ഇൻ്റർവൽ ഉണ്ട്. -∞ -7 യൂണിയൻ 9 to ∞. ഉണ്ടോ, പോസിറ്റീവ് ആയിട്ട് ഇൻ്റർവൽ നോക്കിയ ഓപ്ഷൻ ഈ ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കൊടുത്തത്. ലെറ്റ് x belong A is the set of x belongs to Z -1 ലെസ് ദാൻ ഓർ x ലെസ് ദാൻ ഓർ x ഇൻറ്റിജർ ആണ്. -1നും 4നും ഇടയ്ക്കുള്ള എല്ലാവരും വരാം. അപ്പോൾ A എന്ന സെറ്റിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. -1 0 1 2 3. B എന്ന സെറ്റ് 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ ഓർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ 3 എന്ന് കൊടുത്തേക്കും. രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് x/2 എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ലെസ് ദാൻ 3 കിട്ടണം. അപ്പോൾ ഇതിനകത്ത് വരാവുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 വരാം, B എന്ന് പറഞ്ഞ സെറ്റ് ഇങ്ങനെ വരും, 0 വരും, 1 വരും,
2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരെ വരും. കാരണം x/2 എടുത്താൽ 3 അതിൽ കുറവായിരിക്കണം എന്ന് പറയും. അപ്പോൾ എത്ര എലിമെൻറ്റ്സ് നോക്കി? ഈ രണ്ട് സെല്ലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആയിരിക്കാം നോക്കി. ഈ രണ്ട് സെല്ലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആണ് വരുന്നത് അല്ലേ? 0, 1, 2, 3 വരുന്നത് നോക്കുക. ഏത് സെറ്റിനകത്തും 0, 1, 2, 3 എടുപ്പുണ്ട്. കാരണം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഏത് സെറ്റ്. ദെൻ A ഇന്റർസെക്ഷൻ B ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് x ബിലോങ്സ് ടു Z സച്ച് ദാറ്റ് 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ x/2 എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ 3 കിട്ടണം. x ഇൻറ്റിജർ ആയിരിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും നമ്പേഴ്സിൻ്റെ എല്ലാം ഹാഫ് എടുക്കും. ഇതിപ്പോൾ 6 ആണ്, 6/2 3 അല്ലേ? അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? 0, 1, 2, 3 വരുന്നു അല്ലേ? 0, 1, 2, 3 0, 1, 2, 3 നമ്മൾ സെറ്റ് ചെയ്തു. ഓപ്ഷൻ E വരുന്നു. A ഇന്റർസെക്ഷൻ B അത് വരുന്നത് ഏതൊക്കെയാണ്? 0, 1, 2, 3 A എന്ന് പറഞ്ഞ സെറ്റ്. ദെൻ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? x ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജർ ആണെങ്കിൽ ദെൻ A ഇന്റർസെക്ഷൻ ഇത്ര എലിമെൻറ്റ്സ് ആണ് 0, 1, 2, 3 Aയിലുള്ള എലിമെൻറ്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, Bയിലുള്ള എലിമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. x/2 എടുക്കുമ്പോഴാണ് 3 കുറവാണ്, x അല്ല x/2. അപ്പോൾ 6 വരെ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. f(x) x+2 for x less than 1, for x minus 1, for 1 less than or equal x less than 3, x square plus 5 for x greater than 3. Then എന്നാണ് കൊടുത്തത്. f(x) is not continuous x equal to 1. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. ഇപ്പോൾ 1 എന്നുള്ള പോയിന്റ് ഇവിടെ കൊടുത്താൽ എന്താണ്? 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് ഇവിടെ കിട്ടുന്നത് 3, ഇവിടെ കിട്ടുന്നത് 3 ആയിരുന്നു. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂസ് ആണ്. 1 കറക്റ്റ് ആൻസർ അല്ലേ? വേറെ നോക്കേണ്ട കാര്യമില്ല. f(x) is continuous at x equal to 1. 1 കൊടുത്ത് നോക്കി. ഇവിടെ ലെഫ്റ്റ് പോയിന്റ് കൊടുത്തപ്പോഴും 3 ആണ്, റൈറ്റ് പോയിന്റ് കൊടുക്കുമ്പോൾ 3 ആണ്. f(1) എടുത്താലും 3 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. കണ്ടിന്യൂസ് അറ്റ് x equal to 1 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A dot in circle B is equal to എന്താ കൊടുത്തത്? A dot in circle B is equal to A/B എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 dot, 2 dot, 3 dot. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ചെയ്യണം. 3.4 ചെയ്യണം. 3 dot in circle ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/4 ചെയ്യണം ആദ്യം കിട്ടുന്നത്. A dot in circle is A/B ആണ്. അപ്പോൾ ഇത് ആദ്യത്തെ 3/4 കിട്ടി. അടുത്ത് എന്തായിരുന്നു? 2 dot in circle 3/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 divided by 3/4 എന്ന് പറഞ്ഞാൽ 2 into 4/3 വരും. എത്രയാ? 8/3 വരും. അടുത്ത തന്നെ വരുന്നത് 1 വരുന്നു. അപ്പോൾ 1 divided by എന്ത് വരുന്നു? 1 dot ഇത് വരുമ്പോഴത്തേക്ക് 1 divided by 8/3 എന്ന് പറഞ്ഞാൽ 3/8. ഓപ്ഷൻ E വരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ലെറ്റ് f from R to R be defined by f(x) cos x. Then f is 1, 1 and ഓട് കൊടുത്തിട്ടുണ്ട്. f is odd but not 1, 1 കൊടുത്തിട്ടുണ്ട്. f is even and on 2. നമുക്കറിയാം cos x ഗ്രാഫ് നമുക്ക് അറിയാവുന്നതാണ്. cos x ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്കറിയാം. ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് അല്ലേ? ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് cos x ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഓൺ ടു അല്ല, R to R ഇത് ഇൻറ്റു ഫംഗ്ഷനാണ്. പിന്നെ നമ്മൾ ഹൊറിസോണ്ടലായി വരച്ച ഗ്രാഫിന് ഒന്നിലേത് ഇൻ പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യും. അപ്പോൾ 1, 1 അല്ല. എഫ് ഈസ് ഈവൻ ഫംഗ്ഷനാണ്. നമുക്ക് കൊടുക്കാവുന്ന ആൻസർ ഈവൻ ആണ്, ബട്ട് നോട്ട് ഓൺ ടു എന്നുള്ള ആൻസർ ആണ് നമുക്ക് കറക്റ്റ് ആയിരുന്നു. എഫ് ഈസ് ഈവൻ ബട്ട് നോട്ട് ഓൺ. ഈവൻ ഫംഗ്ഷൻ cos x ഈവൻ ഫംഗ്ഷനാണ്, ഓൺ ടു അല്ല. 1, 1 അല്ല കേട്ടോ. അപ്പോൾ അത് ഓപ്ഷൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Number of A unit B is 97, number of A intersection B 23, number of A difference B is 39, then number of B is equal എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക. അതാണ് നമ്മുടെ സെറ്റ് വന്നിരിക്കുന്നത്. A union B 97, number of A intersection B 23. വെൻ ഡയഗ്രം വരച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. ഇത് A, ഇത് B. A intersection എത്ര എലിമെൻറ്റ്സ് ഉള്ളത്? 23 എലിമെൻറ്റ്സ് ഉണ്ട്. A union B എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 97 ഉണ്ട്. നമ്പർ ഓഫ് A difference B എത്ര? A difference B ഇതാട്ടോ, ഈ പോർഷനാണ് A difference B. ഇതിൽ 39 ഉണ്ട്. അപ്പോൾ 39 + 23 എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 39 + 20 59 + 3 62 കിട്ടും. ഇതിൽ ആകപ്പാടെ ഈ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 62 ഉണ്ട്. അപ്പോൾ ബാക്കി ഈ 97 മൈനസ് ചെയ്താൽ മതി അല്ലേ? 97 മൈനസ് നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്പർ ഓഫ് ബി ആണല്ലോ പിടിക്കേണ്ടത്. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് സിംപ്ലിഫൈ നമുക്ക് കിട്ടുന്ന ആൻസർ 58 വരും. അതായത് ഇവിടെ വരാൻ എത്രയാണ് നോക്കി? ഇത് 62 വന്നു, 62 + 35 അപ്പുറത്ത് വരും അല്ലേ? 97 ടോട്ടൽ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നോക്കി 35 + 23 എത്രയാണ്? 58 ഇടുന്നു. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നിലവിൽ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ, ബാക്കി ക്വസ്റ്റ്യൻ ഉടനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. നമുക്കറിയാമല്ലോ ഇതിൻ്റെ ആർഗ്യുമെന്റ് ഓഫ് Z1 / Z2 എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. അത് നിങ്ങൾ സിംപ്ലിഫൈ നോക്കിയാൽ നമുക്ക് ആൻസർ -π/4 കിട്ടും. ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2 എന്നുള്ള ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The minimum value of modulus of z1 plus modulus of z minus 2 is equal to. നമ്മളിവിടെ ട്രയൽ ചെയ്യുന്നതാണ് എളുപ്പം. z0 കൊടുത്താലോ -1 -2 ഏത് കൊടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 3 ആണ്. പെട്ടെന്ന് z0 കൊടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് 0 കൊടുത്താൽ എന്താ കിട്ടുന്നത്? 0 കൊടുത്താൽ 0 കൊടുത്താൽ 1 + 2 3 കിട്ടും. ഇനി നിങ്ങൾ -1 കൊടുത്താലും 3 ആയിട്ടെന്ന് അല്ല സോറി 0 കൊടുത്താൽ കിട്ടുന്നത് ഇനി -1 കൊടുത്താൽ 0 ആയപ്പോൾ ഇവിടെ 3 കിട്ടും. അപ്പോൾ ഏത് നമ്പർ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിനിമം വാല്യൂ 3 ആണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വാല്യൂ കിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് മെത്തേഡ് അരിത്തമാറ്റിക് മീൻസ് ഗ്രേറ്റർ നമുക്ക് ജോമെട്രിക് മീനൊക്കെ ചെയ്യാം. അടുത്ത നിങ്ങൾ നോക്കിയേ, ഇഫ് z is equal to എന്താ കൊടുത്തിരിക്കുന്നത്? z is equal to z is equal to 3 plus I into 7 minus I all square divided by 3 minus I. Then the value of mod z is equal to. Mod z നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ മോഡുലസ് എടുക്കുക, പിന്നെ ഇതിന്റെ മോഡുലസ് എടുക്കുക, ഇതിന്റെ മോഡുലസ് എടുക്കുക, തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം. mod z1 into mod z2 divided by mod z3 എടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, അടുത്ത നമ്മുടെ മനു സാർ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Question number 11 ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. The value of 5i divided by 1 minus i into 2 minus i into 3 minus i ആണ്. The whole raised to 50 കിടപ്പുണ്ട്. ലൈക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ മെറ്റീരിയലുള്ള ചോദ്യമായിരുന്നു. 5i divided by നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്താൽ 5i upon 1 minus i times നിങ്ങൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 5 minus i എന്ന് തന്നെ 5 minus 5i എന്ന് തന്നെ വരും. 5 നമുക്ക് ക്യാൻസൽ ആയി പോവുകയും ഈ 5 ആയിട്ട് ക്യാൻസൽ ആയി പോവുകയും 1 minus i divided by 1 plus i എന്ന് പറയുന്നത് ഒരു 2i വരികയും ചെയ്യും. റേസ് ടു 50 നമുക്ക് കിടപ്പുണ്ട്. i ക്യാൻസൽ ആയി പോകും. നമുക്ക് ഡി ആൻസർ -1/2 റേസ് ടു 50 എന്ന് നമുക്ക് സോറി ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. 1/2 റേസ് ടു 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം z raised to 4 is equal to 7 minus 5i. Then imaginary part of z bar raised to 4 ആണ്. Imaginary part of z bar raised to 4 എന്ന് പറയുന്നത് this is same as imaginary part of z raised to 4 തന്നെയാണ്. And that is 5i ആണ്. നമുക്ക് 5 എന്ന ആൻസർ കിട്ടും. That is answer option A ആണ്. അടുത്ത ചോദ്യം the modulus of 1 plus i divided by 1 minus i raised to 75. See 1 plus i by 1 minus i എന്ന് പറയുന്നത് നമുക്ക് NCERT ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ആക്ച്വലി 2i divided by 2 ആണ്. And minus 2i divided by 2 ആണ്. See ഇത് i വരും, ഇത് minus i വരും. See like ഒരു നെഗറ്റീവ് നമുക്ക് പുറത്തും വരും. i plus i എന്ന് വരും. മോഡുലസ് എടുക്കുമ്പോൾ 2 വരും. That is answer option B ആണ്. 13ന്റെ ആൻസർ B ആണ്. അടുത്തത് 14. Question number 14. Z1 and Z2 are two different complex numbers which Z1 is magnitude of Z1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് Z1 1 അവർ തന്നിട്ടുണ്ട്. നമുക്കിത് 1 minus Z1 bar Z2 upon Z1 minus Z2 എഴുതാം. Z1 ബാറിനെ നമുക്ക് 1 minus 1 by Z1 എന്ന് എഴുതാം. Z2 upon Z1 minus Z2 ആണ്. ഇവിടെ LCM എടുത്താൽ that is equal to modulus of Z1 minus Z2 upon Z1 divided by Z1 minus Z2 എന്ന് കിട്ടും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. And 1 by modulus of Z വരും. That is equal to 1 itself. 1 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ E ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. -1 plus 7 by -1 plus xi 3 plus 3i are three vertices of an isosceles triangle which is a right angle at -1 plus xi. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇതിന്റെ ഈ വെർട്ടെക്സ് അവർ തന്നിട്ടുണ്ട്. -1, x എന്ന് പറയുന്ന ഈ വെർട്ടെക്സ്. ഫസ്റ്റ് വെർട്ടെക്സ് നമുക്ക് വേറെ രണ്ടെണ്ണം -1 plus 7i -1 7 and -1 3, 3 എന്നിവർ തന്നിട്ടുണ്ട്. ഇത് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോപ്പ് ഓഫ് പ്രോഡക്റ്റ് ABC കൊടുത്താൽ സ്ലോപ്പ് ഓഫ് AB ഇൻറ്റു സ്ലോപ്പ് ഓഫ് AC എന്ന് പറയുന്നത് -1 നമുക്ക് കൊടുക്കാം. കാരണം കോർഡിനേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് AB ഇൻറ്റു സ്ലോപ്പ് ഓഫ് AC എന്ന് പറയുന്നത് -1 ആണിത്. റൈറ്റ് ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ ഐസോസെലസും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും ആൻസർ ഓപ്ഷൻ B എക്സിന്റെ വാല്യൂ 3 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. സിമ്പിൾ ആണ്. 9 plus 13 plus 17 9 plus 13 plus 17 9 4 13 13 4 17 4 ആഡ് ചെയ്ത് പോവുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട S24 ആണ് കണ്ടുപിടിക്കേണ്ടത്. S24 എന്ന് പറയുന്നത് 24/2 ഇൻറ്റു 2a പ്ലസ് 24 minus 1 ഇൻറ്റു D എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് 1320 ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ D ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. 17 പറയുന്നത്
In an AP, there are 18 terms and the last 3 terms of the AP are 67, 72, 77 and the first term of the AP. First term നമുക്ക് A എന്ന് വിളിച്ചാൽ see ഇതിന്റെ 18th term T18 എന്ന് പറയുന്ന അവർ 77 അവർ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ A plus 17D എന്ന് പറയുന്നത് 77 ആണ്. D നമുക്ക് ഇതിനകത്ത് കിട്ടും 67 5 ആണ് 72 5 ആണ് 77. സോ D നമുക്ക് 5 എന്നറിയാം. A plus 17 into 5 is equal to 77 കിട്ടും. On simplifying നമുക്ക് -8 ആൻസർ കിട്ടും. ഇത് വലുതാണ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. 18 the first term of the GP is 3. അപ്പോൾ നമുക്ക് A is equal to 3 കൊടുക്കാം. Sum of second and third term AR plus AR square is equal to 60 ആണ്. Clearly A is equal to 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ A 3R plus 3R square is equal to 60 നമുക്ക് കിട്ടും. That is equal to നമുക്ക് R square 3R square plus 3R minus 60 is equal to 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. On dividing 2 by 3 നമുക്കൊരു ചെറിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. On simplifying നമുക്ക് ഓപ്ഷൻ D 4 or -5 എന്ന് കിട്ടും. That is 18th question. So next question, if nth term of a series is n plus -1 raised to n minus 1 ആണ്. See ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n is equal to 1 കൊടുക്കാം. 1 to 3 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 plus -1 raised to 0 1 എന്ന് കിട്ടും, 2 കിട്ടും. n is equal to 2 കൊടുത്താൽ see 2 plus 2 minus 1 that is equal to 1 കിട്ടും. നമുക്ക് ഒരു ഓസിലേറ്റിംഗ് സീരീസ് കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് 820 എന്ന് ബി ആൻസർ ഓപ്ഷൻ കിട്ടും. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. The 11th term of the geometric series is equal to ഇത് ജോമെട്രിക് പ്രൊഗ്രഷൻ ആണെന്ന് അവർ ഒബ്വിയസ്ലി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2 into -2 raised to 0 plus 2 into -2 raised to 1 plus 2 into -2 raised to 2 plus etc എന്നാണ് പോകുന്നത്. ഇതിൽ നമുക്കൊരു 2 അംഗ കോമൺ എടുത്താൽ 1 plus -2 plus 4 plus etc എന്ന് വരും. ഇത് 2 into ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആയിട്ടും കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -2 ആയിട്ടുമുള്ള ഒരു സീരീസ് നമുക്ക് കിട്ടും. -2 ആയിട്ടുള്ള ഒരു സീരീസ് കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് 2048. അതാണ് നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് ബാലകൃഷ്ണൻ സാർ വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. First, 21ാമത് ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. Let Sn be the sum of the first n terms of the series A1 plus A2 plus A3 etc. an. If Sn equal to n square plus 4n, then the nth term is. So first term is put n equal to 1, that is A equal to 5. And common difference twice the quotient of n square, that is common difference 2. So nth term is Tn is ഈ 2ൻ്റെ കൂടെ ഒരു n എഴുതുക. ഇതിൻ്റെ സം 5 കിട്ടണമെങ്കിൽ ആഡിങ് 3. ഇപ്പോൾ 2n plus 3 വരും. ഓപ്ഷൻ എ ആണ്. അടുത്തത് 22nd. Tn is equal to 1 by n sigma k equal to 1 to n k by n whole square for n equal to 1 to 3 etc. Then T10 is equal to. So what is T10? T10 is equal to n cube പുറത്ത് വരും. That is 10 cube into 1 k means 1 square 2 square etc. 10 square. That is 1 by 10 cube into 10 into 11 into 21. ഒരു 10 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 100 വരും. 6 ഉണ്ട് ഇതിൻ്റെ 6. അപ്പോൾ 7 77 ഇവിടെ 200 അല്ലേ. 77/200 കിട്ടും. ഓപ്ഷൻ ഇ ആണ്. നെക്സ്റ്റ് വൺ, ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടെയ്നിങ് all the 7 letters of the word all right that begins with LG. So LG is fixed. Remaining 5 letters, that is 5 factorial, that are changing, that is 120. B is the answer. Next one, the number of arrangements containing all the 7 letters of the word all right that begins with the LG is fixed. അത് നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, the number of numbers greater than 6000 that can be formed from the digits 3, 5, 6, 7 and 9. No digit is repeated. So ആദ്യം 4 ഡിജിറ്റ് കണ്ടുപിടിക്കാം. 4 ഡിജിറ്റ് ആകുമ്പോൾ ഫസ്റ്റ് 6, 7, 9 3 ഫിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് 4 നമ്പർ ഉപയോഗിക്കുക. പിന്നെ 3 പിന്നെ 2. അപ്പോൾ 72 3, 4, 12, 36, 72. ഇനി 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ നമ്പറും വരാം. സോ 5 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 120. സോ ടോട്ടലി 192. ആൻസർ സി. Now 25. The number of subset containing exactly 5 elements of the set
2, 4, 6, 8, 10, 12, 14, 16, 18. There are 2, 4, 8, 9 and 10. So 9C4, that is 126. That is option A. Next is 11PR 7920, 11CR 330. So 11PR by 11CR is equal to R factorial. That is 7920330 is R factorial. That is 24. R equal to 4 എന്ന് കിട്ടും. Option C ആണ് കേട്ടോ. Option C. Next is 27. If the binomial expansion of x minus 2y square all raised to 9, the question of x raised to 6, y raised to 6, that is y raised to 6 is 3 times വരിക. That is minus 9c3, 2 raised to 3. That is 9, 8, 7, 1, 2, 3 into 8 വരും. അപ്പോൾ 3, 4. 84 into 8, 32, 672. Option A വരും. minus 672. Next 28th. Let 3 plus x whole ratio 10 a0 a1 1 plus x a2 1 plus x etc. a1 a2 sum of yours. So put x equal to 0. Put x equal to 0, that is 3 raised to 10. Option is C. Next 28. 3 nc5 plus nc6, that is n plus 1 c6. That is 51 c6. That is 50 is n. Option B, correct answer. Now 30. AB is this. What is determinant of B transpose? That is determinant AB means determinant A into determinant B. That is 65 minus 405. That is 140. 205. That is minus 140. Now what is determinant A? Determinant A is minus 10. So what is determinant B? That is 140 divided by minus 10. That is 14. That is same as within the B transpose. That is 14. 14 is the answer. That is B. Question number 31. See, let A is equal to നമുക്ക് determinant let B is equal to determinant of A into adjoint of A എന്നാണ്. പിള്ളേർ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ എ ബി കണ്ടുപിടിക്കും. എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. സി നിങ്ങൾക്ക് ഈ റിസൾട്ട് അറിയാം. ഐ റൈസ് ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ റൈസ് ടു n മൈനസ് 1 നമുക്ക് കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് എ ബി നമുക്ക് കണ്ടുപിടിക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട്. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ തന്നിട്ടുണ്ട്. സോ ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് നമുക്ക് അതിനെ എഴുതാൻ സാധിക്കും. സോ ഓൺ സിംപ്ലിഫൈങ് നമുക്ക് 10, 24 നമുക്ക് ആൻസർ കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ x 4 0 2 2 minus x 1 1 1 1 1 is equal to 0 ആണ്. ഒന്നുകിൽ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ x ഇൻറ്റു 2 പ്ലസ് എക്സ് മൈനസ് 4 ടൈംസ് 2 പ്ലസ് എക്സ് പ്ലസ് 0 is equal to 0 എന്ന് കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ആൻസർ ഓപ്ഷൻ ഇ എന്ന് കിട്ടും. ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്ന. അടുത്ത ചോദ്യം 33. a is equal to 306, b is equal to 357 minus 266, then a b is equal to വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ് 206 35 7 minus 2 66. സി നമുക്ക് ഒരു 2/2 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാം. 2 into 3 6 plus 0 plus 6 into 6 36 2 into 5 10 0 6 into 6 36 6 അല്ലേ പിള്ളേരെ? അതെ. 2 into 5 സോറി സി അതെ നമുക്ക് വരത്തുള്ളൂ, പറഞ്ഞേ വരത്തുള്ളൂ, ശരിയല്ലേ? ഓൺ സിംപ്ലിഫൈങ് ആൻസർ 33 എ ആണ് ആൻസർ വരുന്നത്. 42 46 എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം 34. A is a non-singular matrix. A inverse is equal to 1/2 10 minus 4 2 1, then adjoint of A. See, A inverse എന്ന് പറയുന്നത് adjoint of A divided by determinant of A ആണ്. A inverse അവർ തന്നിട്ടുണ്ട്. determinant of A എന്ന് പറയുന്നത് 1 divided by determinant of A inverse എന്ന് പറയുന്നത് 1 divided by determinant of A ആണ്. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് determinant of A inverse കണ്ടുപിടിക്കാം.
അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാം. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ആണ്. ഓൾറെഡി എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. സോ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് കിട്ടും. നമുക്ക് ഒബ്വിയസ്ലി തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇതിനകത്ത് കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ സാധിക്കും. എ ഇൻവേഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ഓപ്ഷൻ ബി കിട്ടും. ഓക്കെ, 35. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് തീറ്റ നമുക്ക് അതങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതിയാകും. സൈൻ ആൽഫ ഉണ്ട്, നിങ്ങൾക്ക് കോസ് ആൽഫ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് കോസ് ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ തീറ്റയാണ്. ആൻഡ് കോസ് ആൽഫ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആൽഫ തീറ്റ ഒരു വാല്യൂ കൊടുക്കുക. ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്ന ആൽഫ തീറ്റയ്ക്ക് നമുക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഓപ്ഷൻ കിട്ടും. ഓപ്ഷൻ ഇ ആണ് 35ന്റെ ആൻസർ. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ. 36 the solution set of the inequality നമുക്ക് ഒരു -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -4 ലെസ് ആർ ഇക്വൽ ടു 3x + 2 ലെസ് ആർ ഇക്വൽ ടു 14 എന്ന് കിട്ടും. ഒരു 2 സബ്ട്രാക്ട് ചെയ്താൽ -6 ലെസ് ആർ ഇക്വൽ ടു 3x ലെസ് ആർ ഇക്വൽ ടു 14 - 2 12 കിട്ടും. സോ 3 വെച്ച് -2 ലെസ് ആർ ഇക്വൽ ടു x ലെസ് ആർ ഇക്വൽ ടു 6 എന്ന് കിട്ടും. -2 ലെസ് ആർ ഇക്വൽ ടു x ലെസ് ദാൻ 6 ആണ്. സോ എക്സ്ട്രീംലി സോറി, ഇതിനകത്ത് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി മാത്രമേ ഉള്ളൂ. സോ -2 ലെസ് ആർ ഇക്വൽ ടു x ലെസ് ദാൻ 6 എന്ന് പറയുന്നത് ഒരു 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് 4 ആണ് വരുന്നത്. ഐ എം സോറി. -2 ലെസ് ആർ ഇക്വൽ ടു x ലെസ് ദാൻ 4 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. 36ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 37 the set of x satisfying the inequality modulus of 3x plus 4 less than is equal to 7. -7 less r is equal to 3x plus 4 less r is equal to 7 ആണ്. ഒരു 4 സബ്ട്രാക്ട് ചെയ്താൽ -11 എഴുതാലും 11 ലെസ് ആർ ഇക്വൽ ടു 3x ലെസ് ആർ ഇക്വൽ ടു 11 ആണ്. -11 ആണ്. ഇപ്പോൾ 7 - 4 എന്ന് പറയുന്ന ഒരു 3 കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ -11/3 ലെസ് ആർ ഇക്വൽ ടു x ലെസ് ആർ ഇക്വൽ ടു 1 എന്ന് കിട്ടും. സോ -11/3 1 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആൻഡ് ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, 37 38th ക്വസ്റ്റ്യൻ. ഇഫ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇനീക്വാളിറ്റി a plus 3x over modulus less r is equal to 6 then is -8/3 4/3. അതിന്റെ വാല്യൂ ഓഫ് a ആണ് നമുക്ക് വേണ്ടത്. 38th ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് നമുക്ക് -6 ലെസ് ആർ ഇക്വൽ ടു a plus 3x ലെസ് ആർ ഇക്വൽ ടു 6 എന്ന് വിളിക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന്റെ സൊല്യൂഷൻ അല്ലേ. സോ -6 minus a ലെസ് ആർ ഇക്വൽ ടു 3x ലെസ് ആർ ഇക്വൽ ടു 6 minus a എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ -6 minus a ഡിവൈഡഡ് ബൈ 3 ലെസ് ആർ ഇക്വൽ ടു 6 minus a ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ശരിയല്ലേ പിള്ളേരെ? ഇടയ്ക്കൊരു ലെസ് ആർ ഇക്വൽ ടു x ലെസ് ആർ ഇക്വൽ ടു 6 minus a ഡിവൈഡഡ് ബൈ 3. ഈ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് -8. ഈ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 4 എന്ന് തന്നിട്ടുണ്ട്. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് 38th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ദാറ്റ് ഇസ് -4. അല്ലെങ്കിൽ നോക്കുമ്പോഴേ കാണാം -6 - 4 ഡിവൈഡഡ് ബൈ 3 ആണെന്ന് കാണാം. ശരിയല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പിള്ളേർ ഇതിനകത്ത് ഏത് ശരി ഏത് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എവറി പോസിറ്റീവ് റിയൽ നമ്പർ x - 10 is പോസിറ്റീവ്. ഞാൻ x എന്ന് പറയുന്ന 1 കൊടുത്താൽ x - 10 പോസിറ്റീവ് കിട്ടത്തില്ല. സോ അത് ഫാൾസ് ആണ്. ലെറ്റ് n be a natural number n square is even, n is even. അത് കറക്റ്റ് ആണ്. ലെറ്റ് a be a odd natural number, its square is also odd. 1 false, സെക്കൻഡും തേർഡും ട്രൂ ആണ്. സെക്കൻഡ് cos theta is equal to 5/11, tan theta less than 0. tan theta less than 0യും cos theta പോസിറ്റീവും ആകുന്ന ഏത് ക്വാഡ്രന്റിലാണ്? 4th ക്വാഡ്രന്റിലാണ്. ഒബ്വിയസ്ലി ഇവിടെ sin theta എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നമ്മൾ വെറുതെ ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ തീറ്റ ഇതാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 11ഉം കിട്ടിയാൽ ഇത് √121 - 25 ആണ്. ഊഹം ശരിയാണെങ്കിൽ ഇത് 96 അണ്ടർ ദ റൂട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4√6 എന്നാണ്. 4√6 എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നെഗറ്റീവ് വരും കാരണം 4th ക്വാഡ്രന്റ് ആണ്. സോ -4√6 ഡിവൈഡഡ് ബൈ 11 കിട്ടും. അടുത്ത ചോദ്യം 41st ക്വസ്റ്റ്യൻ. 41st ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് സോജി സാർ റെഡിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹലോ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ നോക്കാനുള്ളത്. ഇഫ് ആൽഫ ബീറ്റ ആർ ദ ടു അക്യൂട്ട് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് ഭയങ്കര ലെങ്തിയാണ്. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ ഹോൾ സ്ക്വയർ എന്നൊക്കെ ഉള്ള ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്യണം. അതിന് എക്സ്പാൻഡ് ഒക്കെ ചെയ്ത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ ടു അക്യൂട്ട് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഒരു 45 ഡിഗ്രി കൊടുക്കുക. ആൽഫയ്ക്കും ബീറ്റയ്ക്ക് ഒരു 45 കൊടുക്കുമ്പോൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് sin 45, ഇത് sin 45 ആയി. 1/√2 + 1/√2 എത്രയാണ്? 2/√2 √2 ആകും. ഇത് കോസ് ആൽഫ, അതും ഇത് √2 ആണ്. √2² + √2² എന്ന് പറഞ്ഞാൽ 2 + 2 4 വരും. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ ഒരു ഒറ്റ ചോയ്സിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആൽഫയ്ക്ക് 45 ഡിഗ്രി കൊടുത്ത് നമുക്ക് 4 ആൻസർ ഇടുന്നത് ഇത് ഓർമ്മയുള്ളൂ.
ഇതും അല്ലെങ്കിൽ ഇത് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഇതും വരുമായിരിക്കും ഇതല്ലേ, ആൽഫയ്ക്ക് നമ്മൾ 45, പക്ഷേ ഇത് വരില്ല. ആൽഫയ്ക്ക് 45, ഇത് 90 0 ആയി പോകും. ഇത് മാത്രമേ നമുക്ക് 4 ആൻസർ ഇടുള്ളൂ. ആൽഫയ്ക്ക് 45 ഇടുന്നെങ്കിൽ ഇത് മാത്രം 2 × 2 4 ആൻസർ. ഇത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ഇടും. അടുത്ത ക്വസ്റ്റൻ, ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത്. എഫ് ഓഫ് 2 sin 3x + 1 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് റേഞ്ച് ആവുന്നെങ്കിൽ നമുക്കറിയാം sin 3x-ന്റെ വാല്യൂ എവിടെ നടക്കുന്നത്, -1-ലും -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള പ്രോപ്പർട്ടി നമുക്കറിയാമല്ലോ. sin തീറ്റയുടെ വാല്യൂ എപ്പോഴും -1-ലും +1 ആയിരിക്കും. ഇപ്പോൾ 2 sin 3x ഉള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 sin 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ പറയാം 2 എന്ന് പറയാം. ഇനി ഒരു 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരും, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 sin 3x + 1 ലെസ് ദാൻ ഓർ ഈക്വൽ 3 കിട്ടും. ഓപ്ഷൻ ഇതുണ്ടോ, -1-ലും 3 കിട്ടും. ഓപ്ഷൻ ഈ ചോയ്സ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ദ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ 5 cot π/3. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ട് എക്സിൻ്റെ പീരീഡ് എന്താണ്, കോട്ട് ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. കോട്ട് ഫംഗ്ഷൻ്റെ പീരീഡ് π ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ, π/3 വന്നുകൊണ്ട് ഫോർമുല എന്താണ്, T/E എന്നൊരു ഫോർമുല അല്ലേ, T/mod എന്നുള്ള ഫോർമുല അപ്ലൈ. അപ്പോൾ T/1/3 വരും. എന്താണ് T/1/3 എന്ന് പറയുന്നത്, T/1/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. T എന്ന് പറയുന്നത് എത്രയാണ്, π ആയിരുന്നു. അപ്പോൾ π/, ഇതിൻ്റെ പീരീഡ് വരുമ്പോൾ എന്താ വരുന്നത്, പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ g of 5 cot x. അപ്പോൾ 3 എന്ന് വരുന്ന ആൻസർ കേട്ടോ, ബി ഓപ്ഷൻ വരും ആൻസർ. 3 is the period of the function. The period of the function f of g of x 5 cot π/3 x എന്ന് പറഞ്ഞത്. അപ്പോൾ π ക്യാൻസൽ ചെയ്ത് പോകും കേട്ടോ, t എന്ന് പറഞ്ഞാൽ π ആയിരുന്നു. അപ്പോൾ π/3 വന്നിട്ട് 3 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റൻ നോക്കി, cos θ is -12/13 then sin θ/2. sin θ/2 ന്റെ ഫോർമുല എന്താണ്, sin θ/2 എന്ന് പറഞ്ഞാൽ നമുക്ക് sin θ/2 ന്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 1 - cos θ/2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഈ θ/2 എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരുന്നത്, ഈ തീറ്റ കൊടുത്തേക്കുന്നത് ബിലോങ്സ് ടു -π-ക്കും 0-ക്കും ഇടയ്ക്കാണ് കണ്ടോ, ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ -π/2 0, ഫോർത്ത് ക്വാഡ്രൻ്റ് വരും. അതിൻ്റെ ഹാഫ് എടുക്കും, അത് നെഗറ്റീവ് ആയിരിക്കും sin θ/2 വാല്യൂ കേട്ടോ. അപ്പോൾ sin θ/2 ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന sin θ/2 എന്താ, 1 - cos θ/2 എന്നുള്ള ഫോർമുല അല്ലേ. 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin square θ/2. അതിൻ്റെ റൂട്ടൊക്കെ എടുത്താൽ മതി. ആ ഫോർമുല എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോയ്സ് കിട്ടിക്കോളും കേട്ടോ. ഫോർമുല അറിയാലോ, 1 - cos θ എന്താണ്, 1 - cos θ എന്ന് പറഞ്ഞ ഫോർമുല, ഈ ഫോർമുലയുടെ ആപ്ലിക്കേഷനാണ് 2 sin square θ/2. അതിൽ നിന്ന് cos θ നമുക്കറിയാം, sin θ/2 വാല്യൂ സിംപ്ലിഫൈ എടുക്കുക കേട്ടോ. സിംപ്ലിഫൈ നോക്കി കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ ചോയ്സ് വരും. നെഗറ്റീവ് ഉള്ള കാരണം ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ +or- വരും. നെഗറ്റീവ് ഉള്ള കാരണം വരുന്നത് ഫോർത്ത് ക്വാർട്ടറില്ല കേട്ടോ, അതുകൊണ്ട് ഇതുവരെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ cos θ is equal to 2 - sin θ/2. സൊല്യൂഷൻ ആകുമ്പോൾ എളുപ്പമാണ്, ഈ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ π/3 കൊടുത്ത് നോക്കിയോ, π/3 π ആക്കും. അപ്പോൾ π കൊടുത്ത് നോക്കി cos π -1 കിട്ടും. ഇത്ര 90 വരും, 2 - 3 -1 കിട്ടും. കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 45. നമുക്ക് ക്വസ്റ്റ്യൻ 46 ആണ് നോക്കുക. ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് cos 7π/6. നമുക്കറിയാം ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ചെയ്ത് പുറത്ത് പോയിട്ടുണ്ട്. 7π/6 എന്ന് പറയുമ്പോൾ എന്ത് വരും, 210 വരും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് സെക്കൻഡ് ക്വാർട്ടറിൽ കിട്ടണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, 180 എന്ന് എത്ര, ഈ 7π/6 പൈ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, ഓപ്ഷൻ വരുന്നത് 5π/6 വരും. മൈനസ് ചെയ്ത് നോക്കി, ഇതിൽ നിന്ന് പൈ മൈനസ് 7π/6 മൈനസ്, അതായത് നമ്മൾ ഏത് ക്വാർട്ടറിലേക്ക് മാറ്റുവാണ്, സെക്കൻഡ് ക്വാർട്ടറിലേക്ക് മാറ്റും. ഇപ്പോൾ തേർഡിൽ നടക്കുന്നത്, അതിനെ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതാണ്, 0-ക്കും പൈക്കും ഇടയ്ക്കാണ്. അപ്പോൾ 5π, ഇതിന് പൈ മൈനസ് ചെയ്താൽ മതി കേട്ടോ. പൈ മൈനസ് കിട്ടുന്നത് 5π/6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 47. ദ വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 7/24. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഈ സൈൻ ഇൻവേഴ്സ് 7/25 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇതിൻ്റെ ഹൈപ്പോട്ടൻസ് ആണ് 25 അല്ലേ, ഓപ്പോസിറ്റ് 7 വരും. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻസ് സൈഡ് വരുന്നത് 24 ആയിരിക്കും അല്ലേ. അഡ്ജസ്റ്റൻ ട്രയാങ്കിൾ വെച്ച് നോക്കി 24 കിട്ടും. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 7/24 വരും. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 7/24 7/24 വരും. ഓപ്ഷൻ സി വരും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സൈൻ ഇൻവേഴ്സ് √3/200 പ്ലസ് കോസ് ഇൻവേഴ്സ് √3/200 എന്ന് പറയുന്നത് ഇത് π/2 ആണ്. കോസ് π/2 വാല്യൂ എത്ര കിട്ടുന്നു? കോസ് π/2 വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടുന്നു. കോസ് π/2 വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഓപ്ഷൻ ഇ ചോയ്സ്. അടുത്ത 49. The equation of the straight line y is equal to -3x and passing through the point 3 - 2 എന്ന് പറയുന്നത് 3 - 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പാരലൽ ടു y is equal to -3x ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും -3x. നമ്മളൊരു എന്താ മെത്തേഡ് ഉണ്ടല്ലോ, ഒരു k കൊടുക്കുക, k കൊടുത്തിട്ട് പാസ് ചെയ്യുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എ ചോയ്സ് സാറ്റിസ്ഫൈ ആയിട്ട് കാണാം. ഏത് പോയിന്റ് കൊടുത്തിരിക്കുന്നത്? 3 - 2. ഇപ്പോൾ നമ്മൾ 3 കൊടുത്ത് നോക്കി, എക്സ്ട്രാ 3 കൊടുത്താൽ -9 വരും. -9 + 7 -2 സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ നമ്പർ 50ൽ അത് സ്ട്രൈറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. നമുക്ക് ദ ഇന്റർസെപ്റ്റ്സ് ഓഫ് എ ലൈൻ വിത്ത് കോർഡിനേറ്റ് ആക്സിസ് ആർ ഈക്വൽ ഇഫ് ദ ലൈൻ പാസസ് ത്രൂ 2, 3 ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ആ 2, 3 ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2, 3 കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ഓപ്ഷൻ ഉള്ളത് മാത്രം 2 + 3 = 5 ഓപ്ഷൻ ബി മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. 2, 3 കൊടുത്ത് നോക്കിയേ, 2 + 3 5 കിട്ടുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യത്തെ പാർട്ടിലെ തേർഡ് ക്വസ്റ്റിനകത്ത് നമ്മൾ ആൻസർ മാർക്ക് ചെയ്തത് എ ചോയ്സ് ആണ് കേട്ടോ. സോറി എ അല്ല, എ ചോയ്സ് വരും. തേർഡ് ക്വസ്റ്റിൻ ആൻസർ എ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണ്ടോ. തേർഡ് ക്വസ്റ്റിൻ ആൻസർ എ ആണ്. ഓക്കെ. Welcome dear students. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 50th ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർസെപ്റ്റ്സ് ഓഫ് എ ലൈൻ വിത്ത് കോർഡിനേറ്റ് ആക്സിസ് ആർ ഈക്വൽ. ദെൻ ദ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 2, 3. Then it's easily we can identifying the option 51 or 50? 51. Yes. 50 ഇതായിരുന്നു. Okay, so 15th problem, if the line y is equal to mx plus c is a perpendicular to there, then the slope is equal to -1. This will become what? Y is equal to -x plus c. It passes through the point 1, 2 is there. Then we are easily find to the value. It is equal to option number D. We can put them as -1, 2 there. So, okay, now question number 52. The option is 3. Then question number 52. Let A12 and B13 and C, AB with the collinear points. So we can simply draw the lines. That's actually A here and B is there and C is there. And the ratio is given, it is actually what? 1:8 inside there. We can easily find there. And 1 times C and 8 times D will be there. We can easily solve that. The point should be 17,11. So just you put them what? AB divided by that BC is 8. We can easily find it. Okay. Now the next problem is very simple question. You know, it is actually what? 3 lines are concurrent. Then we can easily solve that 2 equations. First of all, we are solving and replacing third equation will provide the answer as what? C. C is equal to 10 is there. Now come to question number 54. The points of intersection of y is equal to x minus x plus 2 and y is equal to x plus 2 and equation y is equal to x plus 2 is there and the equation x minus 2 the whole square plus y square is equal to 16. Simply replacing equation, it is a minus with o square and a plus with o square. Then we can easily do that. Is equal to 2x square plus 8 is equal to 16. Then 8 dividing them, x square is equal to 4. Then x is equal to plus or minus 2. We are replacing it, the value inside them. It will give the option A. Now question number 56. Say 3 vertices of a triangle are 0, so it's a very simple question there. It's actually, we can identifying there is a 3, 1 here and 1, 3 is there. Then it's an isosceles triangle. Then we can easily find the equation through that. We can easily find the equation option is 0, 0 which passes through here, and we can identifying the radius because this length we can easily find, and this length we can easily find, and we can use the radius by simply using what? Sin A by R. You know the equation A by sin A is equal to 2R will give you the value for R, and we can easily find the equation, and the option is equal to E. Option E is there. Now question number 56. The equation of circle passing through the x-axis and 5, 0 the line y equal to 10. That's actually the next problem.
you know, it is 5, 0 is a point on x-axis here. It is equal to 5, 0 the point, and at the same time y is equal to 10 is there, and we can easily find the distance. You know, that's actually the distance between them is the diameter, and we can find the equation as what? Option A. Now 57, the radius of a circle x square plus y square plus ax plus by plus c equals 0 is 2, and the point AB lies inside them. You know, the radius equation R is equal to, the equation of radius is there, root of g square plus f square minus c is equal to R. We can replace what? It is equal to g as a by 2 and b by 2 is there. We can find the value for a as the equation inside them. So the option is exactly D. It's also a very simple option. Now question number 58. If the line 2x minus 3y plus e equals 0 passes through the focus of parabola y square equal to minus 8x. You know, the focus of y square is equal to minus 8x is 0, a. A is minus 4 here, that's actually 0 minus 2 is there. And this passes through here, we can put them 0, and 6 plus e equals 0, then c equal to minus 6, c equal to minus 6, option B is there. And question number 58, no, 59. It's a very simple question. You want to find the center of ellipse, but it is better we can, using partial differentiation, we can solving at observing them. 7 minus 2 be the answer of that problem. Now come to question number 60. The endpoints of major axis of an ellipse are 2, 4 and 2 minus 8. Then length of major axis, that is actually this point is 2, 4, and here it is equal to 2 and minus 8. Then middle point we can easily find it as what? 2 and minus 2. Using that 2 point we can find the equation as what? X minus 2. It's actually the next problem. That's actually here there 2, 4 and there it is equal to 2 and minus 2 with the center, and we can find option as what? A. It is equal to x minus 2 the square by 32 and y plus 2 the square by 36. So again, സോയി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സാറ് അടുത്ത ക്വസ്റ്റ്യൻസ് പറയാം. Question number 61 നോക്കുക. If minus 1, 0 and 3, 0 are the foci of an ellipse and the length of the major axis is 6, then the length of the minor axis. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? 2b ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, ഈ ഫോസൈ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2a നമുക്ക് കിട്ടുന്നുണ്ട്. എത്രയാണ്? 2a 4 കിട്ടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ എന്ന് പറഞ്ഞാൽ 2a. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? minus 1, 0. അപ്പോൾ നമ്മൾ 2a എന്നല്ല 2c എന്ന് എഴുതാം കേട്ടോ. 2c എന്ന് എഴുതാനും കുഴപ്പമില്ല. അതിൽ നമുക്ക് എയുടെ ഈ 2aയുടെ വാല്യൂ 4 കിട്ടുന്നു, അല്ലെങ്കിൽ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ 2 കിട്ടി. പിന്നെന്തായിരുന്നു അടുത്തത്? ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്. മേജർ ആക്സിസ് എത്രയാണ് വന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. 2a 6 ആണ്. 2aയുടെ വാല്യൂ 6. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എയുടെ വാല്യൂ നമുക്ക് 3 കിട്ടും. അപ്പോൾ എ അറിയാം. എ എത്ര കിട്ടിയേ? എ നമുക്ക് 2 ആണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് അല്ലേ? റൂട്ട് ഓഫ് എന്താണ്? ഇത് എലിപ്സ് ആയതുകൊണ്ട് എ ആണ് ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പം 9 minus 4 വരും. 9 minus 4 5 വരും. റൂട്ട് 5 വരും. അതിൻ്റെ ഡബിൾ എടുക്കണം. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് 2 root 5 വരും അല്ലേ? ഓപ്ഷൻ ഡി ചോയ്സ് ആൻസർ. 2 root 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ 4 ഇവിടെ മോളിൽ വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ്, ഇതാണ് ഫോർമുല, റൂട്ട് ഓഫ് 1 plus b square by a square എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. റൂട്ട് ഓഫ് 1 plus b square by a square എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? b square എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? ഈ 45/4 വരും. അതൊന്ന് സിംപ്ലിഫൈ നോക്കിയാൽ മതി. ബി സ്ക്വയർ എത്രയാണ്? ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45/4. ഈ 4ൻ്റെ കാര്യം ഓർത്തേക്കണേ, ഇത് മുകളിലാണ് കിടക്കുന്നത്. എ സ്ക്വയർ എന്ന് പറയുന്നത് 9. അത് ചുമ്മാ അതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 3/2 കിട്ടും കേട്ടോ. ഓപ്ഷൻ ഈ ചോയ്സ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a cross b is equal to 7a plus 9j plus 10k and a dot b is minus 20 a square into b square. ഫോർമുല ഉണ്ട്. എന്താ? ഈ മോഡുലസ് ഓഫ് വെക്ടർ a cross b all square plus modulus of a dot b all square is equal to എന്താണ് ഫോർമുല? mod a square into mod b square. ഇങ്ങനെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ചുമ്മാ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കണം mod a square and mod b square ആണ്. a dot b തന്നിട്ടുണ്ട് -20, സ്ക്വയർ ചെയ്യുമ്പോൾ 400 വരും. പിന്നെ ഇത് നമ്മൾ മോഡുലസ്, ഈ വെക്ടറിന് മോഡുലസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, സിംപ്ലിഫൈ എടുക്കുക, 630 എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ആൻസർ ഡി. അടുത്ത വെച്ച് നോക്കുക.
Let vector is I plus 2j minus 3 and a plus b is equal to 4i minus 2j plus lambda and a dot b is equal to 4. Then the value of lambda. എന്ന് പറയുമ്പോൾ a plus b dot a എടുത്ത് എന്ത് കിട്ടണം? a plus b dot a എടുത്താൽ 0 കിട്ടണം. അതായത് ഈ വെക്ടർ ഡോട്ട് ഈ വെക്ടർ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? a plus b aim a dot b 4 ആണെന്ന് പറയുന്നത്. 0 അല്ല 4 കേട്ടോ. a dot b യുടെ ആൻസർ 4 തന്നിട്ടുണ്ട്. 4 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ അപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് 4 എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ലാംഡയുടെ വാല്യൂ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലിഫൈ കിട്ടുന്നത് -6 കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. -6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65. If modulus of vector is 14, modulus of vector b is √10, modulus of a minus b is equal to 24, and theta is angle between a and b, then cos theta is equal to. നമ്മൾ ഇതിനെ സ്കോർ ചെയ്താൽ മതി. ഇതിനെ സ്കോർ ചെയ്യുമ്പോൾ എന്ത് വരും? a സ്ക്വയർ b സ്ക്വയർ മൈനസ് 2a ഡോട്ട് b വരും. അപ്പോൾ a സ്ക്വയർ അറിയാം, b സ്ക്വയർ അറിയാം, അപ്പുറത്ത് പറയാം വാല്യൂ എല്ലാം അറിയാം. ഈ ഫോർമുല യൂസ് ചെയ്യാം. മോഡ് a സ്ക്വയർ പ്ലസ് മോഡ് b സ്ക്വയർ മൈനസ് 2a ഡോട്ട് b ഇസ് ഈക്വൽ ടു 24. ഇതിൽ a സ്ക്വയർ അറിയാം 14 വരും, b സ്ക്വയർ അറിയാം 10 അറിയാം, ഇത് 24 കിടപ്പുണ്ട് സ്കോർ ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ എ ഡോട്ട് ബിയുടെ വാല്യൂ സോൾവ് ചെയ്തെടുത്താൽ മതി. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എ ഡോട്ട് ബിയുടെ ആൻസർ കിട്ടുന്നത് 0 കിട്ടും. ഈ ചോയ്സ് കിട്ടും. ഓപ്ഷൻ ഇ ആണ് ആൻസർ കിട്ടുക. കോസ് തീറ്റയുടെ വാല്യൂ കേട്ടോ. മോഡുലസ് ഓഫ് ഇതിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. മോഡുലസ് ഓഫ് a മൈനസ് ബി 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ എ സ്ക്വയറും ബി സ്ക്വയറും ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എ ഡോട്ട് ബി 0 അല്ലേ. സോറി, ഇപ്പോൾ തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ചോദിച്ചിരിക്കും അല്ലേ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടണം? എ ഡോട്ട് ബിയുടെ വാല്യൂ കിട്ടും നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് നമുക്ക് കോസ് സിംപ്ലിഫൈ നോക്കിയാൽ മതി. ഇത് 24 and 24 കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബിയുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടിക്കോളും. 0 എന്ന് ആൻസർ. ഓപ്ഷൻ ഇ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 66 നോക്കുക. Modulus of vector is 10, modulus of vector b is 5, then the value of modulus a plus 2b dot a minus 2b. അത് ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ്? മോഡുലസ് എ 10 ആണ്, മോഡുലസ് ബി 5 ആണ്. എന്താണ് a plus 2b dot a minus 2 dot b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ വരും. അപ്പോൾ a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ എടുക്കുമ്പോൾ 100 മൈനസ് 100 വരും അല്ലേ. ഈ ഫോർമുല എന്താണ്? മോഡ് a സ്ക്വയർ മൈനസ് 4 ടൈംസ് മോഡ് ബി സ്ക്വയർ വരും എന്ന് പറഞ്ഞാൽ 100 മൈനസ് 100 0 ആയി പോകും അല്ലേ. 0 കിട്ടും. ഓപ്ഷൻ ഈ ചോയ്സ്. അടുത്ത 67. a is equal to vector 2i minus 3j plus 3k and vector b is equal to 2i plus j minus 3k, then the value of a cross b dot b. അത് ചെയ്യേണ്ട ആവശ്യമില്ല. a cross b dot b എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താ? ഈ a cross b എന്ന് പറഞ്ഞ വെക്ടർ എക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് a cross b dot b ഓൾവേസ് 0 ആയി പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If vector and vector b are position vectors of the points alpha 3 0 and 1 0 0 respectively, and if the angle between the vectors a and b is pi/4, then the value of alpha. അപ്പോൾ നമ്മൾ ഈ പോയിന്റിന്റെ എന്നും ഇതിന്റെ എന്നും ഒരു b എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ o a and o b അല്ലേ. o a-ക്കും o b-ക്കും ഇടയ്ക്കുന്ന ആംഗിൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? pi/4 ആണ്. അപ്പോൾ cos pi/4 is equal to ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. cos pi/4 is equal to o a dot o b divided by modulus of o a into modulus of o b എന്നുള്ള ഫോർമുല നമ്മൾ യൂസ് ചെയ്താൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് കേട്ടോ. ആ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. ഈ ഫോർമുല യൂസ് ചെയ്താൽ o a o b നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. If vector is 2i plus 3j minus 4k and vector b is i plus 3j plus 2k, then a unit vector in the direction of a plus b. എന്ത് ചെയ്യണം? അത് a plus b എടുക്കുക, അതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. a plus b ഡിവൈഡഡ് ബൈ ആൻസർ ഇതാണ്. a plus b ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് എടുക്കുക. ഇവിടെ എല്ലാം പോസിറ്റീവ് വാല്യൂ കൊടുത്തേക്കുന്നത്. a plus b ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് a plus b എടുത്താണ്. a plus b ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് a plus b. ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി വരും. ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കുക. മോഡുലസ് ഓഫ് വെക്ടർ u is 3, മോഡുലസ് ഓഫ് വെക്ടർ is 2 and മോഡുലസ് ഓഫ് u cross v is 3, then the angle between u and v is equal to. അപ്പോൾ മോഡുലസ് ഓഫ് u cross v യുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ്? മോഡ് u ഇൻറ്റു മോഡ് v ഇൻറ്റു സൈൻ തീറ്റയുടെ ഫോർമുല യൂസ് ചെയ്യുക. എന്നിട്ടത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്പർ 70യുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് pi/6 ഓർ 5/6 വരും. അതിനകത്ത് ഈ ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 എടുത്തിട്ടുള്ളോ അതെല്ലാ ഓപ്ഷൻസും അങ്ങനെ നടക്കുന്നു തോന്നുന്നു അല്ലേ. അല്ല, ഇതൊന്നും വരത്തില്ല. ഇത് രണ്ടും വരികയല്ല. ഇത് അല്ലെങ്കിൽ ഇത് വരത്തുള്ളൂ. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് ഫോർമുല? മോഡുലസ് ഓഫ് u ക്രോസ് വിയുടെ ഫോർമുല അപ്ലൈ ചെയ്യും കേട്ടോ. മോഡ് u ഇൻറ്റു മോഡ് v ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ ആണ് കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ 5/6 അല്ലെങ്കിൽ 5/6 വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 71. The equation of the plane passing through the point -1, -2, -3 and perpendicular to the x-axis now. x-axisന് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പറഞ്ഞത്. x-axisന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് എന്താണ്? x-axisന് പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഈ കോർഡിനേറ്റ്സ് നോക്കിയാൽ x-axisന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ നോർമൽ ആയിട്ട് വേണ്ട i ആണ്. അപ്പോൾ ഈ ഇപ്പോൾ നോർമൽ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സീസണത് എക്സിൻ്റെ മാത്രമേ വരുള്ളൂ. x-axisന് പെർപെൻഡിക്കുലർ ആയിട്ട് വരേണ്ട പ്ലെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്ലെയിൻ x-axisന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പ്ലെയിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ x-axis ആണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ വരും x = -1.
അല്ലെങ്കിൽ ചെയ്ത് നോക്കിയോണ്ട് ഇതാണ് പോയിന്റ്. നോർമലായിട്ട് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ അല്ലേ, എക്സ് ആക്സിന് ഐ ആണ് അതിൻ്റെ നോർമൽ വെക്ടർ കിട്ടും. എക്സ് ഈക്വൽ ടു മൈനസ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ നമ്പർ 72 നോക്കുക. Let L1 be the line joining 0, 0, 0 and 1, 2, 3. L2 be the line joining 2, 3, 4 and 3, 4, 5. The point of intersection of L1 and L2. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കണം. രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആദ്യത്തെ പോയിന്റ് 0, 0, 1, 2, 3 ആണ് അല്ലേ. ലെറ്റ് L1 be the line joining 0, 0, 1, 2, 3. ഇത് നോക്കിയാൽ 2, 3, 4 3, 4, 5 ആണ് അല്ലേ. അപ്പോൾ ഈ 2, 3, 4 3, 4 ഇത് ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് യോജിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒറിജിനൽ പോയിന്റാണ് 0, 0, 1, 2, 3. ഇപ്പോൾ ഈ ഓപ്ഷൻ തന്നെ ഈ 1, 2, 3 കിടപ്പുണ്ട്. അതുകൊണ്ട് അത് ആൻസർ ഉള്ളൂ. എൻ്റെ ഒരു ലോജിക്ക് ചുമ്മാ ആലോചിച്ചാൽ മനസ്സിലാവും. ചെയ്ത് നോക്കണമെങ്കിൽ സമയം എടുക്കും. കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സിന് ഈ 2, 3, 4നും 3, 4, 5നും ആ ലൈൻ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഒക്ടൻ നിൽക്കുന്ന പോയിന്റാണ്. അപ്പോൾ ആ ലൈൻ നിങ്ങൾ ഉണ്ടാക്കി ആ ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ആ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1, 2, 3 എന്നുള്ള പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. അതായത് 2 പോയിന്റ് ഫോം വെച്ച് ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. എങ്ങനെ പറയുക? 2 പോയിന്റ് ഫോം വെച്ച് നമ്മൾ ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരുന്നത് x - 2 ഡിവൈഡഡ് ബൈ 3 - 2 1 വരും. ഈ രണ്ടാമത്തെ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. y - 3 ഡിവൈഡഡ് ബൈ y - 3 ഡിവൈഡഡ് ബൈ 4 - 3 അതും 1 വരും. അടുത്തെന്താ z - 4 ഡിവൈഡഡ് ബൈ 5 - 4 അതും 1 വരും. നമ്മൾ ഈ 1, 2, 3 കൊടുക്കുമ്പോൾ ഇതെല്ലാം -1 ഇടും. നോക്കി 1 കൊടുത്തപ്പോൾ 1 - 2 ഈ 1, 2, 3 കൊടുത്ത് നോക്കി 1 - 2 ഇത് -1 ആയി. ഇത് 2 - 3 ഇത് -1 ആയി. ഇത് 3 - 4 ഇത് -1 ആയി. അപ്പോൾ ഈ ലൈനിലെ പോയിന്റ് ഉണ്ട്. ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Equation of the line through the point 1 - 1, 1 and parallel to the line joining the points. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന വെക്ടർ ആയിരിക്കും പാരലൽ വെക്ടർ ആയിട്ട് വരുന്നത്. ഇത് പാരലൽ വെക്ടർ ആയിട്ട് വരും. ഇത് പോയിന്റ് ആയിട്ട് വരും അല്ലേ. പോയിന്റ് ആയിട്ട് എടുക്കുന്നത് അത് എന്നിട്ട് നമ്മൾ പാരാമെട്രിക് ഫോമിൽ ആൻസർ ചെയ്തിരിക്കുന്നതാണ്. സിമെട്രിക്കൽ ഫോമിൽ എഴുതിയിരിക്കുന്നു. 1 - x = 1 + y = 1 - z. അപ്പോൾ എന്താ പറയുക, ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് 1 - 1 ആണ്. പാരലൽ ടു വെക്ടേഴ്സ് ഇതിൽ ജോയിൻ ചെയ്ത വെക്ടറാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതി ഇങ്ങനെ വരും. പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. x - 1 ഡിവൈഡഡ് ബൈ എന്താ പറയുക -2 - -1 വരും ഈക്വൽ ടു y - 1 y + 1 ഡിവൈഡഡ് ബൈ എന്ത് വരും 2 - 1 കിട്ടുന്നു ഈക്വൽ ടു z - 1 ഡിവൈഡഡ് ബൈ പാസ് ചെയ്യുന്ന പോയിന്റ് നോക്കി 0 - 1 കിട്ടും. ഇതിനെയൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇതുണ്ട്. ഇത് 1 - x ആകും. ഇത് 1 + y എന്ന് എഴുതാം. ഇത് 1 - z എന്ന് എഴുതാം അല്ലേ. ശരിയല്ലേ? നോക്കി ഇത് 1 - x ഇത് 1 + y ഇത് 1 - ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്. ആ പോയിന്റ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാലും മതി. 74. If the point 1, 0, 0, 0, 3, 0 and 0, 0 lie on the plane, then the unit normal vector n to the plane എന്നാണ്. അപ്പോൾ ഈ 3 പോയിന്റ്സ് ഈ പ്ലെയിനകത്തുണ്ടെങ്കിൽ നമുക്കിതിന് എന്താ പറയുക, ഇതിൻ്റെ ക്രോസ് ഇതൊരു എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, സി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ OA ക്രോസ് OB എടുത്താൽ മതി, നമുക്ക് പ്ലെയിൻ നോർമൽ കിട്ടും കേട്ടോ. OA ക്രോസ് OB എടുത്താൽ പ്ലെയിൻ നോർമൽ കിട്ടും. അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി വെച്ചാൽ മതി. OA ക്രോസ് OB എടുക്കുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും പ്ലെയിൻ്റെ നോർമൽ. അതിനെ യൂണിറ്റ് വെക്ടർ ആക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യുക. ആ വെക്ടർ ഡോട്ട് ഇതിനകത്ത് ഏത് ഓപ്ഷൻ എടുക്കും 0 ഇട്ട് നോക്കിയാൽ മതി. ഇതുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വെക്ടർ ഉണ്ടാക്കുക. ഈ ഒരു വെക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ വെക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോക്കിയാൽ ഏതാണ്? ഈ OA എന്നുള്ള വെക്ടർ എന്തായിരുന്നു? 1 - 0 0 - 3 എന്ത് കിട്ടി? -3 കിട്ടി. 0 - 0 0 കിട്ടി. അതിലോട്ട് ഈ വെക്ടർ എടുത്താൽ 0 കിട്ടും. നോക്കി ഇത് 6 ഇത് -6 ഇത് 0 കിട്ടും. ഇത് വേറെ ആരുമായിട്ടും ഡോട്ട് ചെയ്ത് 0 ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കിയേക്കണം. ആവുമെങ്കിൽ ഒരു കേസ് കൂടി ചെയ്തു അല്ലേ, വേറെ ഒന്നും കിട്ടുന്നില്ല. ഇത് മാത്രമേ കിട്ടൂ അല്ലേ. ഡോട്ട് ചെയ്യുമ്പോൾ നേരെ 0 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ ഈ ചോയ്സ്. ഞാൻ ഉണ്ടാക്കിയ വെക്ടർ ഇതാണ്. OA പ്ലെയിനകത്തുള്ള വെക്ടർ. അതിൻ്റെ OAയും അല്ലെങ്കിൽ OB ഉണ്ടാക്കുക. രണ്ട് വെക്ടർ ഉണ്ടാക്കി നോക്കി ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ OA ക്രോസ് OB എടുത്ത് യൂണിറ്റ് വെക്ടർ ആക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 75 ആണ്. The equation of the plane passing through the point 1 - 5, 3 and having normal vector n is equal to 2i - 2j - k. അപ്പോൾ നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷൻ ഈ 2x - 2y - z കൂട്ടി ആയിരിക്കും. 2x - 2y - z കൂട്ടി വരുന്ന എത്ര ഓപ്ഷൻ നോക്കുക? ഒരേ ഒരു ഓപ്ഷൻ നോക്കുക. ഇത് മാത്രം, ഓപ്ഷൻ സി. 2x + 2y - z കൂട്ടി മീൻസ് 2x നോർമൽ ആയിരുന്നു. 2x - 2y ഇതല്ല പുറത്തെ ഓപ്ഷൻ. 2x - 2y - z is equal to 9. ഇതിലേക്ക് 1 - 5, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, സാറ്റിസ്ഫൈ ചെയ്യും. 1 - 5, 3 കൊടുത്ത് നോക്കുക, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ നോക്കി ഞാൻ 75 ചെയ്തായിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76 നോക്കാം. ഇതാണ് if theta is angle between the lines then cos theta is equal to എന്താണ് ഫോർമുല? ആംഗിൾ ബിറ്റ്വീൻ ലൈൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ cos theta is equal to b1 dot b2 by modulus of b1 into b2 അപ്ലൈ ചെയ്യാം കേട്ടോ. ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. cos theta is equal to b1 dot b2. ഫോർമുല ഇതാണ്. cos theta is equal to b1 dot b2 divided by modulus of b1 into modulus of b2 ന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ഫോർമുല ചുമ്മാ അപ്ലൈ ചെയ്താൽ മതി. b1 അറിയാം. ഇതൊക്കെ കറക്റ്റ് ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. എക്സ് വൈ ഇസ് കറക്റ്റ് ആണ്. ഇവിടെ എക്സും വൈസും ഓക്കെ. അപ്പോൾ 1 2 3 ആണ് ഫസ്റ്റ് ലൈൻ്റെ പാരലൽ വെക്ടർ b1. സെക്കൻഡ് ലൈൻ പാരലൽ വെക്ടർ 3 2 1. എന്നിട്ട് നിങ്ങൾ b1 ഡോട്ട് b2 ബൈ മോഡ് b1 ന് മോഡ് b2 എടുത്തത് കേട്ടോ. നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് അല്ല പോസിറ്റീവ് കിട്ടുള്ളൂ. കാരണം b1 ഉം b2 എല്ലാം പോസിറ്റീവ് കോഎഫിഷ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 77. ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 2 to 1 2 to 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആൻസർ നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു. ആൻസർ 5/7 ആണ്. ആൻസർ ഇടുന്ന 5/7 ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 77 ആണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 2 2 to the plane 2x minus y plus 3 is equal to 5 is equal to എന്ന് പറഞ്ഞിരിക്കുന്നത് 77. The distance of the point 2 2. അപ്പോൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? modulus of ax1 plus by1. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. modulus of ax1 plus by1 plus cz1 plus d divided by root of a square plus b square plus c square. Perpendicular distance from a point to a plane. ആ 5 ഇപ്പുറത്തേക്ക് മാറണേ. -5 ആക്കി ഇട്ടേക്കണം. അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 3 root 14 by 14 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് x equal to √3. ഇതേത് പ്ലെയിനാണ്? x equal to √3 എന്ന് പറയുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് y z പ്ലെയിന് പാരലായിട്ട് പോകുന്ന പ്ലെയിനാണ്. z equal to √2 എന്ന് പറയുന്നത് എന്താ? x y പ്ലെയിന് പാരലായിട്ട് പോകുന്നു. ഇവർ രണ്ടുപേരും x y പ്ലെയിനും y z പ്ലെയിനും x z പ്ലെയിനും എല്ലാം പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ്. അപ്പോൾ ഇവർക്കിടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. So 79. 3 fair dice are rolled simultaneously at ABC with the numbers on the top of the dice. Then the probability that minimum of ABC 6. ഈ മിനിമം ഓഫ് ABC 6 കിട്ടണമെങ്കിൽ എയും ബിയും സിയും 6 വരണം. 6 6 6 വന്നാൽ മാത്രമല്ലേ നമുക്ക് ടോട്ടൽ എത്ര കേസാണ് വരുന്നത്? 6 ക്യൂബ് 216 കേസ് വരും. ആ കേസിൽ മിനിമം ഈ ABC എടുക്കുമ്പോൾ മിനിമം 6 കിട്ടുന്ന ഒരു കേസേ ഉള്ളൂ. 6 6 6 അതാണ് ഫേവറബിൾ കേസ്. 1 divided by 216 ഓപ്ഷൻ എ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A and B are two events such that probability of A 0.5, probability of B 0.4, probability of A intersection B 0.2, then probability of A given, probability of A union B. എന്താണ് ഫോർമുല? probability of A given, probability of A അല്ല A given A union ഫോർമുല ആണ് A intersection A union B വരും. എന്താണ് ഈ A intersection A union B എന്ന് പറഞ്ഞത്? A intersection A union B എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ probability of A intersection A union B എന്താണ്? probability of A വരും. probability of A divided by probability of A union B. ഇതാണ് ഫോർമുല. പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0.5 തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? അത് കണ്ടുപിടിക്കണേ. എത്ര കിട്ടുന്നു പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? 0.5 plus 0.4 0.9 0.9 minus 0.2 0.7 വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 5/7 വരും. 0.5 by 0.7 ആണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 5/7 ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ MBK സാർ എത്തിയിട്ടുണ്ട്. ബാലകൃഷ്ണൻ സാർ ഇപ്പോൾ വരും. So, our question number 81 and there are 37 men and 33 women at a party. If a prize is given to one person chosen at random, then the probability that the prize goes to woman is അവിടെ നമുക്കിവിടെ 33 women so 33/70 option A. Next one, a fair coin is tossed twice given that the first toss resulted in head, then the probability that the second toss also 1/2 വരും. അതായത് ഹെഡും ടൈലും ഈക്വൽ ആണ്. അപ്പോൾ ഡി വരെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റൻ ഓഫ് വേരിയേഷൻ. ക്വസ്റ്റൻ ഓഫ് വേരിയേഷനിൽ നമുക്ക് തന്നത് 75 ആൻഡ് മീൻ 44 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ CV ഈക്വൽ ടു SD by AM into 100 എന്ന് പഠിച്ചിട്ടുണ്ട്. SD കാണാൻ CV AM by 100. അപ്പോൾ നിങ്ങൾ 75 44 by 100 ചെയ്ത് കഴിഞ്ഞാൽ 3 11 അല്ലേ 33 കിട്ടിയ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Next is 84. There are 4 red, 3 blue, 3 yellow marbles in one. If 3 marbles are drawn simultaneously, then the probability that the number of yellow marbles will be less than 2 is. അപ്പോൾ നമുക്ക് യെല്ലോ 3 0 ആവാം. ബാക്കി 7 എണ്ണത്തിൽ നിന്ന് 3 എടുക്കാം. പിന്നെ യെല്ലോ 1 എടുക്കാം. മറ്റേത് 7 എണ്ണത്തിൽ നിന്ന് 2 എടുക്കാം. ഡിവൈഡിങ് ബൈ ടോട്ടൽ 10C3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? കാൽക്കുലേഷൻ 49/60 കിട്ടും. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ.
Next one. Box, there are 4 marbles and each of them is marked with a distinct number from the set 1 to 10. If one marble is randomly selected 4 times with the replacement and the number one is noted, then the probability that the sum of the marble is equal to 18. ഇതൊക്കെ ഓരോന്നെടുത്താലേ 18 കിട്ടത്തുള്ളൂ. കണ്ടോ? ഇതാണ് 18 വരിക. That is, ഇത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. That is 4 factorial by 4 raised to 3 വരും അല്ലേ? 4 raised to 4, sorry. അപ്പം 6 by 3 വരും 64. അപ്പം 3 by 32 ഉണ്ടോ? 3 by 32 is the correct answer. Next. 2t minus 1, t minus 2, 3t plus 2 by t. അപ്പോൾ LC എടുത്താലോ? That is 2t square minus 10t അല്ലേ? 10t plus 6 divided by t. L ഹോസ്റ്റൽ ഉപയോഗിക്കുമ്പോൾ 10 കിട്ടും. minus 10 is the answer. minus 10, option B. Next. ഇവിടെ limit extends to minus 3 plus. You substitute minus 3 here. That is x greater than minus 3. That is minus 3 cos pi. That is positive 3 is the answer. Option A. Next. 88. Using L-Host rule, that is 1 by 1 plus x minus e raised to x by 9. That is answer is 1 by 9. Option is B. 80. Yes, option 0. That is 1 minus 1. 0. 1 minus 1. Option is 0. That is elephant. Now next is limit sin t square. Sin t square by t square divided by t by t sin 5t by t. That is 1 by 5 is the answer. D is the option. Now last 90. 3x plus 6. That is continuous. So you substitute c. That is 3 plus 6 is equal to c square minus 3z minus 1. C square minus 6c minus 7 equals 0. That is c minus 7 into c plus 1 equal to 0. That is c equal to 7 or minus 1. So c very option. C അല്ലേ? ഒരു മിനിറ്റ്. യെസ്, സി ഇസ് ദി ആൻസർ. അപ്പോൾ നമ്മൾ 90 വരെയായി. ഇനി ബാക്കി നമ്മൾ മനസ്സാർ ചെയ്യുന്നതാണ്. ബൈ. Question number 91. If limit extends to minus 2 3x square plus ax minus 2 divided by x square minus x minus 6 is a finite number. പിള്ളേർ ഇതിനകത്ത് ലോപ്പിറ്റലിലുള്ള അപ്ലൈ ചെയ്യാം. മാത്രമല്ല 0/0 ഫോർമാറ്റിൽ വേണമെന്ന് പറയുക. 0/0 ഫോർമാറ്റിൽ മാത്രമാണെങ്കിൽ ലോപ്പിറ്റലിലുള്ള അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 0/0 കൊടുത്താലും നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും, എയുടെ വാല്യൂ. അടുത്ത ചോദ്യം. x is equal to under the root 10 raised to cos inverse theta, y is equal to 10 raised to sin inverse theta. പിള്ളേർ ഇതിനകത്ത് x y കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് under the root of 10 raised to sin inverse theta plus cos inverse theta എന്ന് കിട്ടും. That is under the root of 10 raised to pi by 2. Sin inverse theta plus cos inverse theta 1 pi by 2 ആണ്. സോ ഇത് കോൺസ്റ്റന്റ് ആയി, ഇത്രയും ടൈം ഒരു കോൺസ്റ്റന്റ് ആയി. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡിവൈഡ് ബൈ dx എടുത്താൽ നമുക്ക് ഈ ഓപ്ഷൻ ഇ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 93 ആണ്. 93. y is equal to e raised to 3 log 2x plus 1 then divided by dx is equal to. സോ നമുക്ക് divided by dx അതിനകത്ത് ഡയറക്റ്റ് എഴുതാം. divided by dx is equal to e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. e raised to 3 log 2x plus 1 times 1 divided by 2x plus 1 times say log 2x plus 1 തന്നെയാണ് 1 by 2x plus 1 എഴുതുക into 2x plus 1 ന്റെ 2. ഓക്കെ, നമുക്ക് ബി ആൻസർ കിട്ടും. അടുത്ത ചോദ്യം 94. x sin y plus y sin x is equal to pi then dy by dx at pi by 2 comma pi by 2. നമുക്ക് ഒന്നുകിൽ നമുക്ക് വലിയ സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. x ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ ഇൻറ്റു 1 പ്ലസ് ഇവിടെ ആണെങ്കിൽ വൈ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു y into sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് sin x into y യുടെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു 0 എന്ന് കിട്ടും. പൈയുടെ ഡെറിവേറ്റീവ് 0. നമുക്ക് x ന് pi by 2 y ക്ക് pi by 2 കൊടുത്താൽ ഓപ്ഷൻ സി -1 നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 95. f of x is equal to tan x and if 0 less than or equal to x less than or equal to pi by 4 and ax plus b pi by 4 less than x less than pi by 2. f of x is differentiable at x is equal to pi by 4. Then the value of a and b are.
പിള്ളേരെ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആദ്യം കണ്ടിന്യൂസ് ആകണം. സോ a ഇൻറ്റു പൈ ബൈ 4 പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് ടാൻ പൈ ബൈ 4 കൊടുക്കാം. മോർ ഓവർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടാൻ എക്സിന്റെ സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് കൊടുക്കാം. ആൻഡ് സീക്ക് സ്ക്വയർ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു എ. സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് പൈ ബൈ 4 ഇട്ട് കൊടുക്കണം. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഓപ്ഷൻ എ കിട്ടും. 2 ആൻഡ് 2 മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടും. 95 ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 96 ഇത് ഒരറ്റം തൊട്ടങ്ങ് ചെയ്താൽ മതി. അത് നമ്മൾ 1/x³ 1/x³ നമുക്ക് x റൈസ് ടു -3 എന്ന് എഴുതാം. പിള്ളേർ ഇതിന്റെ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കുക. x റൈസ് ടു -3 ഡെറിവേറ്റീവ് -3 x റൈസ് ടു -3 മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് -3 x റൈസ് ടു -4 കിട്ടും. d² y/dx² ആണ്. സോ -3 ഇൻറ്റു -4 ഇൻറ്റു x റൈസ് ടു -5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 12 x റൈസ് ടു -5 എന്ന് കിട്ടും. ഇതിനെ നമ്മളൊരു 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 12 ഇൻറ്റു x റൈസ് ടു -6 എന്ന് കിട്ടും. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് -72 x റൈസ് ടു -7 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് 97 ആണ്. 97 air is blown into spherical balloon if its diameter d is increasing at the rate of 3 cm per minute. d divided by dt is equal to 3 ആണ്. Okay, d for diameter. Then the rate at which the volume of the balloon is increasing. പിള്ളേരെ വോളിയം എന്ന് പറയുന്നത് ബലൂൺ സ്പിയർ ആണ്. 4/3 pi r³ ആണ്. ഇതിന്റെ ഒരു ചെറിയ സജഷൻ പറയുന്നത് d എന്ന് പറയുന്നത് d can be 2r. സോ നമുക്ക് d divided by dt എന്ന് പറയുന്നത് 2 into dr divided by dt ആണ്. സോ നമുക്ക് ആ ഒരു റിസൾട്ട് കൊടുത്താൽ നമുക്ക് ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. പിള്ളേരെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കാനായിട്ട് റീപ്ലേസ് x² by xx1 y² by y1 x by x plus x1 by 2 y by y plus y1 by 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x1 y1 എന്ന് പറയുന്നത് 2 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും. 98ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 99 ആണ്. 99 x and y ബോത്ത് നോൺ നെഗറ്റീവ് ആൻഡ് ഇഫ് x plus y is equal to pi. പിള്ളേർ അങ്ങനെയാണെങ്കിൽ y is equal to നമുക്ക് pi minus x എന്ന് വിളിക്കാം. ഇതിന്റെ വാല്യൂ 5 sin x into sin pi minus x എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് 5 sin x into sin x തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 sin square x ആണ്. 5 sin square x എന്ന് പറയുന്നത് 5 into മാക്സിമം അല്ലേ. മാക്സിമം 5 into sin square x ന്റെ 1 ആണ്. ദാറ്റ് ഈസ് 5 into 1 5 എന്ന് കിട്ടും. 100th question, the normal to the curve y is equal to root x. പിള്ളേരെ നമുക്ക് y² is equal to x എന്ന് വിളിക്കാം. ഇതിനകത്ത് നോർമൽ അറ്റ് ദ പോയിന്റ് ഇന്റർസെക്ട് അറ്റ് y ആക്സിസ്. നമുക്ക് ഇതിന്റെ ടാൻജന്റ് കണ്ടുപിടിക്കാം. റീപ്ലേസ് x by xx1 x² by xx1 y² by y1 x by x plus x1 by 2 y by y plus y1 by 2. നമുക്ക് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് 225 5 എന്ന് പറയുന്ന പോയിന്റ് ഇതിട്ട് ഇവിടുത്തെ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ടാൻജന്റിന്റെ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് നോർമലിന്റെ സ്ലോപ്പ് കിട്ടും. സോ നോർമലിന്റെ സ്ലോപ്പും പോയിന്റ് കിട്ടിയാൽ നമുക്ക് നോർമൽ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതിലാണ് ഇന്റർസെക്ട് ചെയ്യുന്ന y ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ x ന് 0 കൊടുത്താൽ മതി. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ആൻസർ ഓപ്ഷൻ ബി കിട്ടും. 100 ചോദ്യങ്ങളായി. ഒരു കൊച്ചു ബ്രേക്ക് കേട്ടോ. Question number 101. See, the function f of x is increasing in the interval. Player increasing ആവണമെങ്കിൽ f dash x greater than 0 ആയിരിക്കണം. നിങ്ങൾ f dash x കണ്ടുപിടിക്കുക, equal to 0 കൊടുക്കുക, നമുക്ക് ഇന്റർവൽസ് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 0 -∞ 5 അല്ലേ. നിങ്ങൾ അല്ലെങ്കിൽ f dash x കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലെ പോയിന്റ്സ് ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. പോയിന്റ്സ് ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ greater than 0 വരുന്നത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, 102. See, x plus 13y is equal to 40 is normal to the curve. Y is equal to 5x² plus alpha x plus beta at the point 1 3. രണ്ട് കാര്യങ്ങളാണ്. 1 3 എന്ന് പറയുന്ന പോയിന്റ് ഈ കർവ് സാറ്റിസ്ഫൈ ചെയ്യും. മോർ ഓവർ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -b/a ആണ്.
-1/13 നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കിട്ടും. ഇത് നോർമൽ ആയതുകൊണ്ട് dy/dx കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ -dx/dy എന്ന് പറയുന്നത് ഇതിനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ കിട്ടും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -15 എന്ന് കിട്ടും. അടുത്ത ചോദ്യം 103. See, f of x is equal to cos x for 0 less than or equal to x less than pi/3 and the value for which it satisfies the conclusion of mean value theorem for the function on 0 pi/3. പിള്ളേരെ f dash of c is equal to f of b minus f of a divided by b minus a ആണ് നമ്മുടെ മീൻ വാല്യൂ തിയറം. b എന്ന് പറയുന്നവർ തന്നിട്ടുണ്ട് pi/3, a എന്ന് പറയുന്നത് 0 തന്നിട്ടുണ്ട്, f of x എന്ന് പറയുന്ന cos x തന്നിട്ടുണ്ട്. സോ f dash of c എന്ന് പറയുന്നത് sin c ആണ്. f dash of x എന്ന് പറയുന്നത് മൈനസ് sin c ആണ്. equal to f of b എന്ന് പറയുന്നത് c cos pi/3 minus c cos 0 1 divided by pi/3 minus 0 കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് a sin inverse 3/2 എന്ന് കിട്ടും. അടുത്ത ചോദ്യം 104ാമത്തെ ക്വസ്റ്റ്യൻ. 104ാമത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് u is equal to 1/√t എന്ന് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പാടാണെങ്കിൽ ഈ ഓപ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അടുത്ത ചോദ്യം 105ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഇന്റഗ്രൽ നമുക്കിങ്ങനെ 25 ഉള്ളതുകൊണ്ട് നമുക്ക് tan raised to 25x divided by ഒരു cos square x എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് dx. ഇതിനകത്ത് നമുക്ക് പിള്ളേരെ cos square x എന്ന് പറയുന്നത് sec square x. tan raised to 25x into sec square x എന്ന് വിളിക്കാം dx. u is equal to tan x കൊടുത്താൽ du/dx. du എന്ന് പറയുന്നത് sec square x കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് d കിട്ടും, കാരണം u + 1 26 ആണ്. ഓക്കെ, 106 ആണ്. 106 എന്ന് പറയുന്നത് പിള്ളേരെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിന്റെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത് ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റുകളാണ്. സോ ഇതിന്റെ കോർണർ പോയിന്റുകൾ അവർ ക്ലിയർലി തന്നിട്ടുണ്ട്. 10, 50, 20, 0. ഈ ഒരു പോയിന്റ് 0,60 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റുകളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ മാക്സിമം കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1520. സി ക്വസ്റ്റ്യൻ നമ്പർ 107 ആണ്. put u is equal to 1 minus 1 by x square. ശരിയല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് du is equal to 1 divided by x raised to 3 into 1 by x raised to 4 ആണ് നമുക്ക് വരുന്നത്. ഇൻറ്റു ഒരു 2x വരും. സോ ഈ x ക്യാൻസൽ ആയിട്ട് x raised to 3 വരും. സോ നമുക്ക് വേണ്ട സഫീഷ്യന്റ് ഇൻഫർമേഷൻ കിട്ടും. ഓൺ സിംപ്ലിഫൈങ് നമുക്ക് ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം tan square x. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നാണ്. tan square x നെ നമുക്ക് എന്തെഴുതാം? sec square theta minus tan square theta 1 എന്ന് പറയുന്നതും cot square cosec square theta minus cot square theta 1 എന്ന് പറയുന്നതിനകത്തും sec squareലേക്കും cosec squareലേക്കും കൺവേർട്ട് ചെയ്തെഴുതാൻ നമുക്ക് സാധിക്കും. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 108 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഇ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്, കാരണം sec squareന്റെ ടാനും cosec squareന്റെ കോട്ടുമാണ് ഇന്റഗ്രൽ. sin cube x നെ നമുക്ക് sin square x into sin x എന്ന് വിളിക്കാം. ഈ sin square x നെ 1 minus cos square x എന്ന് വിളിച്ചാൽ into sin x എന്ന് വിളിക്കുന്നു വിചാരിക്കുക. പിള്ളേരെ ഇത് ഫസ്റ്റ് ടൈം മാത്രമാണ് ഞാൻ ഇന്റഗ്രൽ ഇടുന്നത്. ഇതിനകത്ത് cos square x into minus cos square x into sin x വരും, cos square x into sin x വരും. ശരിയല്ലേ? അതിനോട് നമുക്ക് ക്യാൻസൽ ആയി പോകും. cos square x sin x മൈനസ് cos square x sin x ക്യാൻസൽ ആയി പോയാൽ ഇന്റഗ്രൽ 1 അല്ലെങ്കിൽ ഇന്റഗ്രൽ sin x dx എന്ന് മാത്രം വരും. ഇത് cos x ആണ്, മൈനസ് cos x ആണ്. മൈനസ് cos x എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 109ാമത്തെ ക്വസ്റ്റ്യൻ. 110 സി. ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യണമെന്ന് ഒന്നുകിൽ ഇതിനെ നിങ്ങൾക്ക് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് എഴുതാം. 1/x into x minus 1. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 110ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇന്റഗ്രൽ പിന്നെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുമല്ലോ. ഇത് x minus 1 minus x divided by x ആണ്. ഓക്കെ, അടുത്ത ചോദ്യം x അല്ല, x into x minus. അടുത്ത ക്വസ്റ്റ്യൻ 111. ദ വാല്യൂ ഓഫ് cot x divided by sin x. cot x നെ നമുക്ക് cos x by sin x എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിക്കാം. പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചാൽ സിംപ്ലി ചെയ്ത് 1 കിട്ടും. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 112. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to. ഒരു പരാബോള നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദ ലൈൻ y is equal to x എന്ന് പറയുന്ന ലൈനും തന്നിട്ടുണ്ട്. ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് കണ്ടുപിടിക്കാൻ സിംപ്ലി അറിയാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 112. 113. സി ഇന്റഗ്രൽ -1 to 2 mod x. പിള്ളേരെ mod x എന്ന് പറയുന്നത് ഇന്റഗ്രൽ -1 to 0യിലും ഇന്റഗ്രൽ 0 to 2ഉം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. കാരണം മോഡുലസ് x എന്ന് പറയുന്നത് ഇവിടെ x minus 2 into minus x എന്ന് നമുക്ക് വിളിക്കാം, മൈനസ് x minus 2 into x എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് സിമ്പിൾ ചോദ്യമായിരുന്നു.
114 the value of the value of integral minus 10 to 10 x raised to 10 sin x. ഇത് ഈവൻ ആണ്, ഇത് മാത്രം ഓഡ് ആണ്. സോ ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രേറ്റ് മൈനസ് a to a സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ് കിട്ടുന്നത്. 115 f of x is equal to cos x for x greater than or equal to 0 and 2x for x less than 0. പിള്ളേരെ ഇത് -2 തൊട്ട് 0 വരെയും 0 തൊട്ട് π/2 വരെ നിങ്ങൾ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. -2 തൊട്ട് 0 വരെ എന്ന് പറയുമ്പോഴത്തേന് നെഗറ്റീവ് ഏരിയ ആണ്. നെഗറ്റീവ് ഏരിയയിൽ 2x പിന്നെ അതിനുശേഷം നമുക്ക് പോസിറ്റീവ് ആണ് cos x എന്ന് നമുക്ക് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും c കിട്ടും, പ്ലസ് ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം 116. നിങ്ങൾക്ക് ക്ലിയർ ആണ്. cos 2θയുടെ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. 0 to π/16 cos 6x cos 2x വെറുതെ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 117. See 117. The particular solution of the differential equation dy by dx is equal to xy square. Player the dy divided by y square is equal to x dx ആണ്. വേരിയബിൾ സെപ്പറബിൾ ആണ്, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് അതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, y of 0 is equal to 1 എന്നും കിട്ടും. അടുത്തത് 118ാമത്തെ ക്വസ്റ്റൻ ആണ്. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വീണ്ടും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്വസ്റ്റൻ ആണ്. ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, അതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്താൽ ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ആൻസർ കീ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് നോക്കാനുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, 119 ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e raised to integral p dx ആണ്. ആൻഡ് സിംപ്ലിഫൈയിങ് 119 ആൻസർ ഓപ്ഷൻ സി കിട്ടും, ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്തൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. വേരിയബിൾ y-യിലാണ് കിടക്കുന്നത്. ഓക്കെ, dx by dy യിൽ നിന്നാണ് കിടക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 120 ആണ്. കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ പടം വരച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്, വേറൊന്നുമല്ല. നമുക്ക് ഈ ലൈൻസ് 2x + 3y = 120, 2x + y = 60 ആൻഡ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആൻസർ കീ നമ്മുടെ വെബ്സൈറ്റിൽ കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.